ജിയുടെ ശ്രുതിയോണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കേട്ടിട്ടുള്ള ഒരു കേൾവിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ അവിയൽ ഉണ്ടല്ലോ സദ്യയിൽ വരുന്നത്, അവിയൽ ഉണ്ടാക്കിയത് ബാക്കിയുള്ള കഷ്ണങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ എടുത്തിട്ടിട്ട് പെട്ടെന്ന് ഒരു കൂട്ടുണ്ടാക്കിയപ്പം അതൊരു അവിയൽ വരുവായി. അങ്ങനെയാണ് അവിയൽ വന്നത് എന്നുള്ളത്. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഐതിഹ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ എല്ലാ എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കലവറ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതെ, ഇന്ന് ഞാൻ ക്ലൗഡ് കേക്സിലാണുള്ളത്, കാക്കനാടുള്ള. ഇവിടെ നമ്മൾ വന്നതിന്റെ കാര്യം ഈ അവിയൽ പോലെ തന്നെ ഒരു ഫ്യൂഷൻ ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് ഞാനിത് ട്രൈ ചെയ്യാതെ പോയാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഇത് കാണിക്കാതെ പോയാൽ അതിലേറെ നഷ്ടമായിരിക്കും. നിങ്ങൾ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഷെഫ് ഞാനല്ല, ഇന്നത്തെ ഷെഫ് ഗിരീഷാണ്. ലെറ്റ് മീ വെൽക്കം. ഹായ്. അത്തം പത്തു രുചി ശ്രുതിയോടെ പാടാമുണ്ടായി ദോശമാവ് പോലെ പുളി മധുരം രുചിയോടെ തുറമുറ്റി കാണാറില്ലേ? അതാ മല കഴിഞ്ഞ് കുളം, അത് കഴിഞ്ഞ് എന്താ കഴിക്കുമ്പോ പാലട പൈസ. അപ്പൊ ഹാപ്പി ഓണം. ഞാൻ ഇങ്ങനെ പറയായിരുന്നേ, എല്ലാ എപ്പിസോഡിലും ഷെഫ് ഞാനാണ്. ഇന്ന് ഒരു പ്രൊഫഷണൽ ഷെഫാണ് ഷെഫ് എന്ന്. അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഓണത്തിന് നമ്മൾ പൊതുവെ കഴിക്കാറുള്ള സദ്യവട്ടങ്ങളാണ് നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഒരു കേക്ക് മോസ്റ്റ്ലി ക്രിസ്മസ് ടൈം ആണ് വരുന്നത്. അപ്പൊ എന്തിനാണ് ഞാൻ കേക്ക് ഷോപ്പിൽ വന്നിട്ടുള്ളതെന്നാണ് എല്ലാവർക്കും ഡൗട്ട്. അപ്പൊ ആ ഡൗട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഷെഫ് തന്നെ ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് സാധനങ്ങൾ കഴിക്കാറുണ്ട്, കേക്ക്സ് കഴിക്കാറുണ്ട്, പേസ്ട്രീസ് കഴിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡെസേർട്സ് ആണ് നമ്മളിപ്പോൾ, ഇത് ഡെസേർട്സ് എന്ന് വിളിക്കാം, അല്ലെ കേക്ക്സ് എന്നും വിളിക്കാം. അപ്പോൾ ഇതൊരു ഫ്യൂഷനിലുള്ള സാധനമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ലെയേഴ്സ് ഓഫ് ചീസ് കേക്കും, ഒരു ലെയേഴ്സ് ഓഫ് പാലട പ്രഥമനും, ഒരു ലെയേഴ്സ് ഓഫ് നല്ല ടെൻഡർ കോക്കനട്ട് പായസം, അതായത് ഇളനീർ പായസം, ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ സാധനമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അല്ല, അതിനകത്ത് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയാൻ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഓരോ ഇത് മാത്രമല്ല, ഒരു 6 layers ഓഫ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഇതുള്ളത്. അത് മാത്രമല്ല, ലോട്ട് ഓഫ് എന്തൂസിയാസം. ഞാൻ എനിക്ക് തോന്നുന്നു വന്നപ്പോ തൊട്ട് ഷെഫ് ഇങ്ങനെ റെഡി ആയിട്ട് കമോൺ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഷെഫിന്റെ തന്നെ റെസിപ്പിയാണ്. നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് ഈസ് ലൈക്ക് വാവ്, ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കര ക്യൂരിയോസിറ്റി, ഇത് എങ്ങനെ ആയി വരും എന്ന്. കാരണം എനിക്ക് ബേക്കിംഗ് അത്ര വലിയ പിടുത്തമില്ലാത്ത ഏരിയ ആണ്. അപ്പം എനിക്കിത് എങ്ങനെ ആയി വരും എന്ന് കാണാനായിട്ടുള്ളൊരു ത്വരയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഓരോ വിശേഷങ്ങൾ, ഒരു ക്ലൗഡ് കേക്ക്സ് ഉണ്ടായത് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള ഓരോ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇന്നിപ്പോ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. ഷെഫായി, ഞാൻ അസിസ്റ്റന്റ് ആയി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടത്, ഇപ്പം നമ്മൾ ഈ റിങ്ങിലാണ് ഒരു പോർഷനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതൊരു 6 പോർഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഏകദേശം ഈ റെസിപ്പി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് ആയിട്ട് നമുക്ക് ചീസ് കേക്ക് ആണ് ആദ്യം ഫസ്റ്റ് ലെയറിൽ വരിക. അപ്പോൾ ആ ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് ചീസ് കേക്ക് ആണ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ വരിക. അപ്പോൾ ആ കോൾഡ് ചീസ് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ബേസ് ഉണ്ടാക്കണം. നോർമലി ചീസ് കേക്കിന് ബേസ് ഉണ്ടാവും. അപ്പം ബേസ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് വെച്ചോ ക്രംസ് വെച്ചോ ഒക്കെ ആയിരിക്കും എല്ലാവരും ബേസ് ഉണ്ടാക്കുക. ആ ബേസിന് പകരം നമ്മളിപ്പോൾ ഓൺ ആയതുകൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തത വേണ്ടേ ഈ സാധനം? അതാണ് ഫ്യൂഷൻ ഇതിന് പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ശർക്കര വരട്ടിയില്ലേ, ശർക്കര വരട്ടി അറിയാം. അപ്പൊ ആ ശർക്കര വരട്ടിയും നമ്മുടെ നല്ല മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്. കൂവിച്ചർ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് അല്ല, ഇമ്പോർട്ടഡ് ബെൽജിയം ചോക്ലേറ്റ് എന്നൊക്കെ നിങ്ങൾ പറയാറുള്ള ആ ചോക്ലേറ്റ്സും ബട്ടറും വെച്ചിട്ടുള്ള ഒരു ക്രംസ് ആണ് ഇതിന് ബേസ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ബ്രെഡ് ക്രംസ് ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശർക്കര വരട്ടി ക്രംസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. ശർക്കര വരട്ടി മാത്രമല്ല, നല്ല ബട്ടർ ഉണ്ട്, നല്ല ചോക്ലേറ്റ്സ് ഉണ്ട്, എല്ലാം കൂടെയും. കേക്കിനകത്ത് ബട്ടറും ചോക്ലേറ്റും ഇറ്റ്സ് ഫൈൻ. ശർക്കര വരട്ടി കൊണ്ടുവരാൻ കാണിച്ച മനസ്സ്, അതാണ് ഫ്യൂഷൻ, അതാണ് ക്രിയേറ്റിവിറ്റി അല്ലേ? ക്രിയേറ്റിവിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്രത്യേകത എടുത്ത് പറഞ്ഞതും. അതിൽ എന്തൊക്കെയോ വ്യത്യസ്തതകളുണ്ട്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം നമുക്ക് അതിന്റെ ബേസ് റെഡിയാക്കാം. അപ്പൊ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഒരു 100 gram ഓഫ് ചോക്ലേറ്റ് ആണ്. അത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്. കൂവിച്ചർ മിൽക്ക് ചോക്ലേറ്റ് 35% ചോക്ലേറ്റ്. നമ്മൾ നല്ല അൺസാൾട്ടഡ് ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യണം. അതിന് പേടിക്കണ്ട, ഞങ്ങൾക്ക് ജീംബൂമ്പ ഉണ്ട്. ആണോ? എന്നാ ജീംബൂമ്പനോട് പറഞ്ഞാൽ പെട്ടെന്നെല്ലാം ചെയ്തുതരും. അപ്പൊ ജീംബൂമ്പ കണ്ടാ
ഷെഫിന് വേണമെങ്കിൽ ഞാൻ ജിബൂമ്പനെ തന്നിട്ട് പോകാട്ടോ. അല്ല, ജിബുമോനെ തന്നിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ടിന് എന്ത് ചെയ്യും? ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടോ? അതാ ഞാൻ വേണേ ഓരോന്നായിട്ട് ഇറക്കും. അപ്പൊ നമ്മുടെ സാധനം മെൽറ്റ് അപ്പൊ ആയി. നമ്മുടെ സാധനം ബട്ടറും ചോക്ലേറ്റും കൂടെ മെൽറ്റ് ആയി. നല്ല സ്മെൽ അപ്പൊ വരുന്നുണ്ട്. നല്ല മണം വരും. അതായത് ആ ചോക്ലേറ്റ് അത്ര ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്. അപ്പൊ ആ ചോക്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ചു വെച്ചേ ശർക്കര വരട്ടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മനസ്സിലായി? അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ ശർക്കര വരട്ടി താഴെ പോയി ഷെഫ്. അയ്യാ, എടുത്ത് കഴിക്കരുത് കേട്ടോ. ടേസ്റ്റ് ആണ് ഉള്ളോ? നല്ല നല്ല എന്നാ ഇതൊന്ന് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത്. ഓ, സാധാരണ ഇത് ഞാൻ അപ്പുറത്തുള്ളവർക്കാ പണിയെടുക്കാൻ. ഇതിപ്പോ ആദ്യമായിട്ടൊരു എപ്പിസോഡ് ഞാൻ പണിയെടുക്കുന്ന. ഞാൻ മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെ ഞാൻ പഴയ ജിംനാസിയാ, അങ്ങനെ ഇങ്ങനെയൊന്നും പണിയെടുക്കാറില്ല. ശരി, അത് നന്നായി. അപ്പൊ എങ്ങനെങ്കിലും പണിയെടുക്കുന്നുണ്ടല്ലോ, അത് നന്നായി. മിക്സ് ചെയ്തോ ഞാൻ മിക്സ് ചെയ്തോളാം. ഷെഫ് പറയൂ. നന്നായിട്ട് ഈ സാധനം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം അതുമായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. മിക്സ് ചെയ്തോളൂ. അപ്പൊ ഞാൻ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തോളൂ. അങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്യും. മിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യണ്ട, പതുക്കെ ഇങ്ങനെ ഫോൾഡ്. ഞാൻ പറഞ്ഞു ഞാനൊരു പ്രൊഫഷണൽ ഷെഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ പതുക്കെ ഇങ്ങനെ പതുക്കെ എടുക്കുക. പതുക്കെ ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്യാന്ന് പറയാം. മിക്സിങ്ങും ഫോൾഡിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ഇത് കഴിയുമ്പോൾ ബേക്കിംഗ് പഠിക്കും. ഇനി ഞാൻ സ്റ്റുഡന്റിനെ അനുവദിക്കൂ ചെയ്യാൻ. തീർച്ചയായിട്ടും ചെയ്തോ. സെറ്റ് ആയില്ലേ? സെറ്റ് മിക്സ് ആയി. മതി കൊള്ളാം. അപ്പോൾ ശരി, ഇത് നമ്മൾ റെഡി ചെയ്താ നല്ല നന്നായിട്ട് ഇതെല്ലാം ചോക്ലേറ്റും ആ ബട്ടറും ആ ക്രംസും എല്ലാം കൂടെ മിക്സായി. ഇതിനെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഈ റിങ്ങിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ റിങ്ങിലേക്ക് നല്ല സെറ്റ് ചെയ്യണം. കുറച്ചിട്ട് കൊടുക്കാം. അതാണ് സെറ്റ് ചെയ്തു. ഈ റിങ്ങിന്റെ താഴെ ഒഴിച്ചിരിക്കുന്ന പായ എന്തുവാ? അതാണ് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടംപോലെ ഡൗട്ട് ഉണ്ട്. ഇതിന് സിൽപാറ്റ് എന്ന് പറയും. സിൽപാറ്റ് എന്ന് ആണ് അതിന്. ഇത് ശരിക്കും ഫ്രഞ്ച് വേർഡാണ്. അപ്പൊ സിൽപാറ്റ് എന്ന് പറയുന്നതിന് കാരണം ഇത് സിലിക്കൺ മാറ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഇത് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ഇതിന് ഒരു 300 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വരെ താങ്ങും. ഇതിപ്പം നമുക്ക് ബേക്കിങ്ങിനും ചെയ്യാം, കോൾഡ് പ്രോസസ്സും ചെയ്യാം, എന്ത് വേണേലും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇത് ഡിമോൾഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഇതിനകത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ ഇപ്പൊ സ്പഞ്ചൊക്കെ ചില സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഹീറ്റ് ചെയ്യണം, ബേക്ക് ചെയ്യണം എന്നൊക്കെ ഈ സിൽപാറ്റ് യൂസ് ചെയ്യും. അതായത് സിലിക്കൺ മാറ്റ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ സിൽപാറ്റ് അല്ലെങ്കിൽ സിലിക്കൺ മാറ്റ്. അപ്പൊ ഇത് ഞാൻ ഇത്ര ഇങ്ങനെ ഫില്ല് ചെയ്തു. ഷെഫ്, ക്ലൗഡ് കേക്ക്സ് തുടങ്ങുന്നത് എപ്പോഴാ? ക്ലൗഡ് കേക്ക്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. ആക്ച്വലി 4 കഴിഞ്ഞ 5ാമത്തെ വർഷമാണിത്. അപ്പോൾ അതാണ് നമ്മൾ തലയോലപ്പറമ്പ് ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് തുടങ്ങിയത്. ഇപ്പൊ 8 ഷോപ്പ്. 9ാമത്തെ ഷോപ്പ് ഉടനെ പാലയിൽ ഓപ്പൺ ആവും. 9-ാം തീയതി. ഈ വരുന്ന 9ാം തീയതി പാലയില ഷോപ്പ് ഓപ്പൺ ആവും. അതെ, 9ാമത്തെ ഷോപ്പ് അല്ലേ? 9ാമത്തെ ഷോപ്പ് 9ാം തീയതി 9 മണിക്ക് പാലയിൽ ഓപ്പൺ ആവും. അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തത്. 9ാമത്തെ ഷോപ്പല്ലേ, അത് 9ാം തീയതി ആക്കാം. 9ാം തീയതി 9 മണിക്ക് ആക്കാന്ന് ഞങ്ങള് വിചാരിച്ചു. അങ്ങനെയാണ്. അല്ല, അതിന് പേരല്ല, അതൊരു അടുത്ത കാറ്റഗറൈസ്. നമുക്ക് നോർമലി കേക്ക്സ്, പേസ്ട്രീസ് ഒക്കെ ആയിരുന്നു പൊക്കോണ്ടത്. അത് പിന്നെ ഡെസേർട്സിലേക്കും വൈഡ് ഓഫ് റേഞ്ച് പ്രോഡക്റ്റിലേക്കും ഒക്കെ വന്നു. അപ്പൊ അത് ഇപ്പോ ക്ലൗഡിന്റെ 9ാമത്തെ ഷോപ്പ് ചെയ്തേക്കുന്ന ക്ലൗഡ് കഫേ പറ്റിസറി എന്ന് പറഞ്ഞാണ്. ക്ലൗഡ് കഫേ പറ്റിസറി എന്ന് പറഞ്ഞ പേസ്ട്രി. പറ്റിസറി ഇൻ ഫ്രഞ്ച് വേർഡ്. ഞാൻ വിചാരിച്ചത് അപ്പൊ കഫേ പറ്റിസറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലൗഡ് അടുത്ത ഷോപ്പ് ചെയ്യാൻ പോകണം. അതിന്റെ പ്രത്യേകിച്ച് അവിടെ നമ്മൾ വെറും സ്നാക്സും കേക്ക്സും മാത്രമല്ല, കുറെ വേരിയന്റ് ഓഫ് സ്നാക്സുകൾ കൊടുക്കുന്നുണ്ട്, വെറൈറ്റി കുറെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്, നല്ല ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്, നല്ല കോഫി കൊടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. വന്നോളൂ, ഓപ്പണിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പൊ അന്നൊരു ദിവസം തീർച്ചയായിട്ടും വന്ന് അവിടുത്തെ കുറെ നല്ല പ്രോഡക്റ്റുകൾ, വ്യത്യസ്തമായ കുറെ പ്രോഡക്റ്റുകളുണ്ട്, അതൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഏകദേശം ഡൺ ആണ്. ഓക്കെ. ഇനിയും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഷെഫ് പറഞ്ഞു. ഇതൊന്ന് ഇത് ഏകദേശം ഡൺ ആണെങ്കിൽ ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ഒന്ന് തണുപ്പിക്കണം. അത് ചില്ല് ചെയ്യോ ഫ്രീസ് ചെയ്യോ ചെയ്താൽ ഒരു കുറച്ച് നേരം ഫ്രീസ് ചെയ്യാമെങ്കിൽ ഇതൊന്ന് സെറ്റ് ആവും ഈ സാധനം. അതാണ് ഇനി ചെയ്യാനുള്ള പ്രോസസ്. ഓക്കെ, നമുക്ക് എന്നാ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ചീസ് കേക്കിന്റെ ബേസ് നമ്മൾ റെഡിയായി ഫ്രീസറിൽ വെച്ചു. സെറ്റ് ആവാൻ വേണ്ടി റെഡിയാവും. കുറച്ച് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ലെയർ 2 അതിന്റെ ചീസ് കേക്ക് ഉണ്ടാക്കുകയാണ്. ചീസ് കേക്ക്. അപ്പോൾ ബേസിന്റെ തൊട്ട് മേളിൽ വരുന്ന ലെയർ അല്ലേ അടുത്ത ലെയർ. അപ്പോൾ അടുത്ത ലെയർ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നല്ല ക്രീം ചീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ക്രീം ചീസ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് ആണ്.
എനിക്ക് ഇഷ്ടമാണ് ചീസ്. അതെയോ, ഓക്കെ. അപ്പോൾ ഇതിന് കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മെയ്ഡ് എല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ, ഇത് ഞാൻ വെറുതെ കഴിക്കാറുണ്ട്. ഓക്കെ. അടുത്ത നമ്മുടെ ക്രീമാണ്, അതായത് ഡബിൾ ക്രീം എന്ന് പറയും. ഡബിൾ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മധുരം ഉണ്ടാവില്ല, ഡയറി ക്രീമാണ്. ഡബിൾ ക്രീം, അതിന് മധുരം ഉണ്ടാവില്ല, മധുരം ഇല്ലാത്ത ഡയറി ക്രീമാണ്. അപ്പോൾ ആ ക്രീമാണ് നമ്മൾ ഇതിനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്ട് ഈ ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ക്രീം ചീസ് സോഫ്റ്റ് ആയിരിക്കുകയാണ്. ഈ സോഫ്റ്റ് ആയ ക്രീം ചീസ് നോർമൽ റൂം ടെമ്പറേച്ചറിലായ ക്രീം ചീസാണ്. ആ ക്രീം ചീസ് അതിനകത്തേക്ക് ഇട്ടു. അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുകയാണ്. അതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. ആ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഓക്കെ, മിക്സ് ചെയ്തോളൂ. ജീബുമ്പ് വിളിക്കണോ? അപ്പോൾ ഞാൻ മിക്സ് ചെയ്യണം. ശരി. അതാണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ക്രീം ചീസും നല്ല ക്രീം ഓൾറെഡി നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിക്കാണ് പുറത്ത്. അപ്പൊ നോർമൽ ടെമ്പറേച്ചറിൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഈ സാധനം സെറ്റായി വരും. ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് നല്ലൊരു ഈ കൺസിസ്റ്റൻസിയിലായിരിക്കുകയാണ്. നന്നായിട്ട് ഇത് മിക്സായി നല്ല സെറ്റായി. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്രീം ഒഴിച്ചു കൊടുക്കും. ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്രീം ചീസ്, കണ്ടൻസ്ഡ് മിൽക്ക്, ഡബിൾ ക്രീം. ഓ, നല്ലൊരു നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ സെറ്റ് ആവത്തില്ല. അപ്പൊ അതിന് സ്റ്റിഫായിട്ട് സെറ്റ് ആവാൻ വേണ്ടി എന്ത് ചേർക്കും? അഗർ ചേർക്കും, ജലറ്റിൻ ചേർക്കും. ഇതിപ്പോ വെജ് ആയതുകൊണ്ട് ജലാറ്റിൻ ശരിക്കും വെക്കുന്നത് നമുക്ക് എന്ത് സാധനമാണോ അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ജലാറ്റിൻ ചേർക്കുന്നത്. അപ്പൊ ഇത് വെജ് ആയതുകൊണ്ട് നമ്മൾ അഗർ ചേർക്കും. അഗർ എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിൾ ബേസ്ഡ് ഫാറ്റ് ആണ് ആ സാധനം. ശരിക്കും അത് സെറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ലെ ജലാറ്റിൻ ഉപയോഗിക്കേണ്ടവർക്ക് ജലാറ്റിൻ ഉപയോഗിക്കാം. ഇതൊരു വെജ് എന്നുള്ള പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മൾ മെൽറ്റ് ആക്കി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പൊ വീണ്ടും മെൽറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീംബൂമ്പ കൊണ്ടുവന്ന അഗർ മെൽറ്റ് ആയി കണ്ടോ. നല്ല മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് കണ്ടോ ഒരു തിക്നിങ് ഏജന്റ് ആണ്. ഒഴിച്ചു കൊടുക്കണം. മനസ്സിലായി? ഇത് നല്ല സോഫ്റ്റ് അല്ലേ? ഞാൻ ഇളക്കുന്ന കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര ഹാർഡായിരിക്കും. ഞാൻ ഇത് വെച്ച് മുട്ട മാത്രം ബീറ്റ് ചെയ്തിട്ടുള്ളൂ. കൃതാർത്ഥയായി ഞാൻ. ഓക്കെ, ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയല്ലോ. അപ്പൊ ആ ജലറ്റിൻ ആ അഗർ ഇതിനകത്തേക്ക് ജലറ്റിൻ വേണം, ജലറ്റിൻ ഉപയോഗിക്കാം. ഇത് വെജ് ആയതുകൊണ്ടാണ് ഞാൻ അഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ജലറ്റിൻ നോൺ വെജ് ആണ്. അപ്പൊ ജലറ്റിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ജലറ്റിൻ എന്ന്. ഞാൻ പ്രത്യേകിച്ച് അത് പറയുന്നില്ല. അപ്പോൾ ഈ ജലാറ്റിൻ അഗർ ഒഴിച്ച് ആ ക്രീം ചീസ് ചീസ് കേക്കിനുള്ള മിക്സ് ആണ്. അത് റെഡി. ഇനി നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച ആ ബേസ് ഇല്ലേ, ആ ബേസ് എടുക്കുന്നു, ഇതിനകത്ത് ലെയർ ചെയ്യുന്നു, സെറ്റ്. വീണ്ടും അതൊന്ന് ചില്ല് ചെയ്യും, ഒന്ന് ഫ്രീസ് ചെയ്യും. പിന്നെ അടുത്ത ലേസിലേക്ക് പോകും. അപ്പൊ അതെടുക്കാം. അപ്പൊ നമ്മളുടെ ബേസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ മറ്റേ ഫെറാറോ റോഷന്റെ ഒക്കെ പോലെ ആയി കാണാൻ അതുപോലെ ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഷെഫ് അപ്പൊ ഇതിന്റെ മേലിലോട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത് അല്ലേ? ഇതിന്റെ മുകളിലേക്ക് അതായത് ചീസ് കേക്ക് നല്ല റെഡി ആയിരിക്കുന്ന സാധനം. ഭയങ്കര ദോശമാവ് പോലെ. ദോശമാവ് പോലെ. അപ്പൊ ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ട നല്ല ഭംഗിയുണ്ട്. ഇത് അടുത്തേക്ക് ഒരു ഏകദേശം ഇത്രയും മതിയാവും. നമ്മൾ ഇഡലിക്ക് കോരി ഒഴിക്കുന്നത് പോലെ ഒഴിക്കുക. ഇഡലിക്ക് കോരി ഒഴിക്കുന്ന പോലെ ഒഴിക്കുക. അപ്പൊ ഇഡലിക്ക് കോരി ഒഴിക്കുന്ന പോലെ ഷെഫ് ഇന്റർനാഷണൽ ലെവൽ വിട്ട് താഴേക്കിടയിലേക്ക് കടന്നു വരും. ശരി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. താഴേക്ക് ഇറങ്ങി വരാം. ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ലെയേഴ്സിലേക്ക് പോവുക. മനസ്സിലാവും? ആദ്യം ഇത് ഒഴിക്കുന്നു, ഇതൊന്ന് വീണ്ടും ഒന്ന് ഫ്രീസ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും അത് പെട്ടെന്ന് സെറ്റ് ആവും. ഈ അതായത് അഗറൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അടുത്ത ലെയർ അടുത്ത ലെയർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് സെറ്റ് ആവും. അപ്പൊ ഇത് സാധനം ഇട്ടേക്കുന്നുണ്ട്. ഇത് ഒന്ന് ചില്ല് ചെയ്താ ഫ്രീസ് ചെയ്താ പെട്ടെന്ന് സാധനം സെറ്റ് ആവും. അപ്പൊ നമുക്ക് വീണ്ടും ഇത് ഫ്രീസറിലേക്ക് വരാം. സോ നമ്മള് ഷും വിട്ടിട്ട് ഫ്രീസറിലേക്ക് നമ്മളുടെ ബേസ് പോയിട്ടുണ്ട്. അടുത്തത് ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഷെഫിന്റെ അടുത്ത ലെയർ എന്താണ്? അടുത്ത ലെയർ
പാലട പായസമാണ്. അതാണ് നല്ല പാലട. അതിനകത്ത് പാലട ഉണ്ടാക്കിയത് ഞാനാ എന്ന് പറയണം. എന്ന് പറയണോ? പറ. ഞാനാണ്. ശരി, ശ്രുതിയാണ് ആ പാലട പായസം ഉണ്ടാക്കിയത്. ഞാൻ Thank you guys. അടിപൊളി. ഈ ഷീറ്റ് എന്താ പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെ ഇത് കൊണ്ടുവന്നിട്ട്? പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നേരത്തെ ചേർത്തില്ലേ അഗർ അഗർ. ഓ, നേരത്തെ ജീബൂമ്പ ഉണ്ടാക്കിയോണ്ട് ഞാൻ കണ്ടില്ല. ജീബൂമ്പ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നേ നമ്മൾ അറിഞ്ഞില്ല. ഇതിപ്പം ജീബൂമ്പ മെൽറ്റ് ചെയ്യുന്നില്ല, ഞാനാ മെൽറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഈ സാധനം കണ്ടോ, ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. ഇത് നേരത്തെ നമ്മള് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട്, മനസ്സിലായോ, തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്തിടുമ്പോ ഇത് ഈ പരുവത്തിലാവും, മനസ്സിലാവും. ഇത്ര ഒരു ക്വാണ്ടിറ്റി എടുക്കും. ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇത് നമ്മൾ മൈക്രോവേവിലേക്ക് ജീബൂമ്പ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം. ഒന്നുമില്ലോ. അപ്പൊ നമ്മുടെ അഗറഗർ നല്ല മെൽറ്റായി. ജലറ്റീൻ അല്ല നമ്മളിവിടെ ചേർത്തേക്കുന്ന അഗറഗറാണ്. ജലറ്റീൻ വേണം ചേർക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ജലറ്റീൻ, ഇത് വെജ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ല. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കും, ആ തിരിച്ചൊഴിക്കും. എങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പാലട ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചിരിക്കുകയാണ്, അഗറഗറിലോട്ട്. അപ്പൊ അത് മിക്സ് ചെയ്തു. ഇത് മിക്സ് ചെയ്തു. ഇതാണോ നമ്മുടെ അടുത്ത സെക്കൻഡ് ലെയർ? പാലട, നല്ല പാലട പായസത്തിനകത്തേക്ക് ഈ അഗറഗർ മിക്സ് ചെയ്ത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലേ ഇത് സെറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് അഗർ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഷെഫ് ആദ്യം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന പോലെ എറർ സംഭവിച്ചായിരുന്നു? എറർ സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ സെറ്റ് ആക്കിയിട്ട് കഴിക്കുമല്ലോ. കഴിച്ചു നോക്കുമ്പോൾ ചില സാധനങ്ങൾ ചിലപ്പോൾ ഈ തിക്കിങ് ഏജന്റ് കൂടുതലാകുമ്പം ഹാർഡാവും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഫൈനൽ ഗാർണിഷിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ, ടേസ്റ്റിന്റെ കാര്യത്തിൽ ടേസ്റ്റ് ഏകദേശം നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യണം. ശരി, അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തു. അപ്പൊ ഇത് മിക്സ് ചെയ്തു, നമ്മൾ റെഡിയാക്കി വെച്ചു. ഇത് ഇവിടെ ഇരിക്കട്ടെ. ചില്ല് ചെയ്യാൻ കൊണ്ട് ഫ്രീസ് ചെയ്യാൻ കൊണ്ട് വെച്ചില്ലേ, അതിന്റെ ബേസ്, അതായത് മുമ്പേ ബേസ് ഇട്ട് അടുത്ത ചീസ് കേക്ക് ഇട്ട് അടുത്ത ലെയറിലേക്ക് പോകാൻ പോവാം. ഇതിപ്പോ അതിനുള്ള മിക്സ് റെഡിയായി, അതായത് പാലട പായസത്തിന്റെ അടുത്ത ലെയർ മിക്സ് റെഡിയായി. അത് വരട്ടെ. ഇതിനകത്ത് വെക്കാൻ വേണം. അത് പറ്റൂല. അയ്യോ, എനിക്ക് ഒരെണ്ണമെങ്കിലും തരും. ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ എണ്ണം കുറയും. കുഴപ്പമുണ്ടോ? അല്ല, എന്നാലും ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇതിന്റെ കട്ട് ചെയ്ത് കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആ വേസ്റ്റ് തന്നാലും മതി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബോളി. ശരി, അപ്പൊ പായസം വേണ്ടേ? പായസം വേണം, പക്ഷെ ശരി, പായസം ശ്രുതി കൊണ്ടുവന്നല്ലേ പറഞ്ഞേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, ഞാൻ അമ്പലപ്പുഴക്കാരിയാണ്. അപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം ഈ ബോളിയും കൂടെ അടിപൊളിയാ. എന്നാ പിന്നെ ഞാൻ 2 ബോളി തന്നുവിടാം കേട്ടോ. ശരി, അപ്പൊ ബോളി നമ്മൾ എടുത്തു വെച്ചു. എന്താ വെച്ചാൽ ഈ സാധനം നമ്മൾ അതായത് ക്രംസ് ബേസ് ചെയ്തു, അതിന്റെ മേളിൽ ചീസ് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു, അത് സെറ്റായി ഫ്രിഡ്ജിൽ വെച്ചു. അതിന്റെ മുകളിലേക്ക് നമ്മൾ പാൽപ്പായസം അല്ലേ അടുത്ത, അതായത് പാലട പായസം അല്ലേ അടുത്ത ലെയർ വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ കൊടുക്കുക? അതിന്റെ ബേസ് ബോളിയെ കൊടുക്കുക. അപ്പൊ അടുത്ത ലെയർ നമ്മളെ ശർക്കര വരട്ടി, അത് കഴിഞ്ഞിട്ട് ചീസ് കേക്ക്, അത് കഴിഞ്ഞ് ബോളി, അത് കഴിഞ്ഞ് എന്താണ് പാലട പായസം. അങ്ങനെയാണ് പറയണ്ടത്. കാർട്ടൂണൊന്നും കാണാറില്ലേ? ഡോറാബുജി കാണാറില്ലേ? അതാ മല കഴിഞ്ഞ് കുളം, അത് കഴിഞ്ഞ് എന്താ ചോദിക്കുമ്പോ പാലട പായസം. ശരി ശരി, അത് കാണാറുണ്ട്, എന്റെ കുട്ടികളാ കാണാറുള്ളത്. ശരി, ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ട് ഒരു കട്ടർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ലേയേഴ്സ് ചെയ്യും. അതാണ് അടുത്ത് ചെയ്യാൻ പോണത്. ഇത് കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യും. സിമ്പിൾ. ഓക്കെ, ഇത് ഒരെണ്ണം ഇട്ടാൽ തികയൂല. അപ്പൊ 2 എണ്ണമെങ്കിലും ഇടുമ്പോഴേ അതിനൊരു കട്ടിയുള്ള ബേസ് രസമുള്ളൂ. കുറച്ച് നീക്കി വെക്കണോ? വേണ്ടല്ലോ, നീക്കി വെക്കണം അങ്ങോട്ട്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ 2 എണ്ണം വെച്ചു. 2 എണ്ണമാണ് ഇടേണ്ടത്. ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടപടാന്നാവും. കട്ട് ചെയ്യാം. ശ്രുതി ഇട്ടോളൂ. ഞാൻ വെച്ചോളാം. ഷെഫ് പടപടന്ന് കട്ട് ചെയ്തോളൂ. നമുക്ക് ഇത് കഴിയുമ്പോൾ എന്നെ അസിസ്റ്റന്റ് ആയിട്ട് സ്വിറ്റ്സർലൻഡിലൊക്കെ കൊണ്ടുപോകാം. അയ്യോ, ഇത് ഇഷ്ടംപോലെ വേസ്റ്റ് വരും. ശ്രുതിക്ക് തരാൻ വേണ്ടി ഇല്ലല്ലോ. ഉണ്ട്. അത് തരാം. ശരി. അല്ല, ഞാൻ നോർമലി ഈ ബേസ് വരുന്നില്ല, ഇതൊന്നും ഔട്ട് ചെയ്യാറില്ല. അപ്പൊ അത് ഇങ്ങനെ ക്രംസ് ആക്കി അതിന്റെ മുകളിൽ ഇട്ടിട്ടാണ്. അത് നമുക്ക് ഇതിനകത്ത് വേണ്ട, നോർമലി വേണ്ട. അത് വേണ്ട ഇല്ലേ? ശരി ശരി. അപ്പൊ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ പാലട പായസം ഒഴിച്ചു കൊടുക്കും. പഴയ പ്രോസസ് കണ്ടിന്യൂ വെച്ചാൽ എടുത്തിട്ട് വീണ്ടും ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടാണ് അടുത്ത ഇതിലേക്ക് പോകണത്. അപ്പൊ പാലട പായസം ഒഴിക്കാവോ? അപ്പോൾ നമ്മളിങ്ങനെ പാലട പായസം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ ഒഴിച്ചു കൊടുക്കും. കണ്ടോ? കൊള്ളാമോ? സെറ്റാണോ? അടിപൊളി. ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ബാക്കിയുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഗറഗറ ചേർത്തോണ്ട് ഞാൻ കുടിക്കുന്നില്ല. അഗറഗർ ചേർത്തോണ്ട് ഇത് കഴിക്കാവോ? പിന്നെന്താ? അത് കഴിക്കാം, പക്ഷെ ഇത് മറ്റേ പച്ചക്കല്ലേ, ഇത് ഫ്രീസ് ചെയ്തല്ലേ, വ്യത്യാസമുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഇത് വീണ്ടും ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്യാൻ വെക്കുന്നു. പോട്ടെ. ഓക്കേ. ഇതെന്നെ അലുവാക്കെ. ഇത് നമ്മുടെ നല്ല അരി അലുവയാണ്. നമ്മുടെ നല്ല കറുത്ത അരി അലുവ. ഇതിലെ ഇൻഗ്രീഡിയൻസ് സാധാരണ ഞങ്ങള് ഷെഫന്മാരാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതെ, ഷെഫിന്റെ കൂടെ ഉള്ള ടേസ്റ്റ് ചെയ്താൽ ശുഭകരം ശുഭം ശാന്തം. അത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ ക്യൂബ്സ് ആക്കി വെച്ചേക്കുന്ന അലുവ ഇതിന്റെ മുകളിൽ ശകലം ഇങ്ങനെ നല്ല ബീഫ് കഷ്ണം പോലെയാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ കുറച്ച് ഓ, ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഒന്ന് പല സ്ഥലങ്ങളിലായിട്ട് വരണം. കണ്ടോ ഇതേമാതിരി. ഓ, മനസ്സിലായി. ഓക്കെ, ഞാൻ സഹായിക്കും. സഹായിച്ചോളൂ. കഴിച്ച് ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ അലുവ. നല്ല ഹൽവയാണ് കേട്ടോ ഇത്. നല്ല കറുത്തലുവ, നല്ല ബട്ടറി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അത് തന്നെ ചൂസ് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ആ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കേ, അലുവൊക്കെ ഇട്ട് ആ ഒരു സംഭവം സെറ്റായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണേ, ഇത് അകത്തേക്ക് വെക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇത് ഏകദേശം സെറ്റാണ്. അതിന്റെ മുകളിലേക്കാണ് ഇത് നല്ല സെറ്റ് ആയിട്ടില്ല എന്നാലും ഒരുവിധം. അപ്പൊ അപ്പോഴിത് ഇറങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ലെയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ഇതിന്റെ മേലെ വരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇളനീർ പായസം. ഇളനീർ പായസം നിങ്ങളുടെ സ്പെഷ്യൽ ആയിരുന്നു അല്ലേ? ആ, ഇളനീർ പായസം നമ്മുടെ സ്പെഷ്യലാണ്. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്, വേറൊന്നുമില്ല. നമ്മുടെ നല്ല ഇളനീര്, ഫ്രഷ് ഇളനീര് എടുത്തിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അത് മിൽക്കൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്ത് റെബഡിയാക്കിയിട്ട് അതിനകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് നല്ല തിക്ക്, ലൈറ്റ് തിക്കായിട്ടുള്ള നല്ല കൺസിസ്റ്റൻസിയിലുള്ള ചിൽഡ് പായസം. അടിപൊളി. അത് കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ്. അത് ഞങ്ങൾ വിഷുവിന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് അത് ചെയ്തിരുന്നു. ആ സാധനമാണ് ഇപ്പൊ ഇതിന്റെ മുകളിൽ അടുത്ത ലെയർ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് വരാൻ പോണം. ഓക്കെ, അപ്പൊ നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയുന്നത്. ശരി. സോ അങ്ങനെ നമ്മളുടെ സംഭവം എല്ലാം സെറ്റ് ആയിരിക്കുന്നു. ഫൈനൽ ലെയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതെ, നമ്മളപ്പോ ഇതിന് പേരിട്ടിട്ടില്ല. അത് നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് പേര് റിവീൽ ചെയ്യാം. ഇത് അന്ന് നെയിം ഗിവിംഗ് സെറമണി ഉണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോ നമ്മൾ അടുത്ത ലേയേഴ്സ് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞില്ലേ, ടെൻഡർ കോക്കനട്ട്. അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫ്രഷ് ടെൻഡർ കോക്കനട്ട് എടുത്ത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ മധുരം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ആ ഫ്രഷ് ക്രീമാണ്. ഇത് ഫ്രഷ് ക്രീം നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ആ ഫ്രഷ് ക്രീം അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. നല്ല ഫ്രഷ് ക്രീമാണ്. ഇത് ഞാൻ പറയാം, നമ്മുടെ സ്വന്തം അഗർ. അപ്പൊ ഇത് തിക്നിങ് ഏജന്റ് ആണ് അഗർ. നിങ്ങൾക്ക് ജെലറ്റിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഞാനിവിടെ വെജ് ആയതുകൊണ്ട് അഗർ ഉപയോഗിക്കും. അഗർ മെൽറ്റ് ആയി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇതിലേക്ക് ഈ ടെൻഡർ കോക്കനട്ട് ഇതിലേക്കോ തിരിച്ചോ എങ്ങനെയാണ് ചെയ്യാം. ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു എളുപ്പത്തിന് വേണ്ടിയേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് നമ്മൾ ആ ടെൻഡർ കോക്കനട്ട് പേസ്റ്റ് ആക്കിയത് നല്ലത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് അതായത് അഗറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അത്ര സിംപ്ലിസിറ്റി ആക്കിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കാണ്. ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടി. അതെ, അതായത് ബേക്കിംഗ് വശമില്ലാത്ത അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചോ. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിക്സ് ചെയ്ത് കണ്ടോ നല്ലൊരു കൺസിസ്റ്റൻസിയിലായി. വലിയ തിക്കൊന്നുമല്ല, ലിക്വിഡി ഫോമാണ്. നേരത്തെ പറഞ്ഞ ദോശ ബാറ്ററോ ഇഡലി ബാറ്ററോ എന്താണ് അതാണ് അതുപോലൊക്കെയാണ് ഏകദേശം. അപ്പൊ ഇതിങ്ങനെ റെഡി ആയിരിക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ആ നേരത്തെ നമ്മൾ വെച്ചേക്കുന്ന അതിലേക്ക് ഫില്ല് ചെയ്യണു. വീണ്ടും പഴയ പ്രോസസ് ഫ്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മള് ഫ്രീസ് ചെയ്ത സംഭവം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ തണുപ്പടിക്കുന്നുണ്ട്, നല്ല സുഖം. ശരി, ഓക്കെ. അപ്പോ ഇത് നമ്മൾ അതിന്റെ മുകളിലേക്ക് അടുത്ത ലേയേഴ്സ് ഈ ടെൻഡർ കോക്കനട്ട്. കുറച്ചു മുമ്പ് ഞാൻ ടെൻഡർ കോക്കനട്ട് എന്ന് പറഞ്ഞപ്പോ മലയാളീകരിച്ച് പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിനാ ടെൻഡർ കോക്കനട്ട് എന്ന് തന്നെയല്ലേ പറയുന്നത്? ഞാൻ മലയാളീകരിച്ച് പറയണമെങ്കിലും അറിയാതെ ചിലപ്പോ വന്നു പോകും. അതുപോലെ അറിയാതെ ഇളനീർ പായസം ഇങ്ങനെ നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് സെറ്റ് ആക്കുക. മനസ്സിലായോ? അപ്പൊ ഇത് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നു. സെറ്റ് ഒന്ന് ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഗാർണിഷ് ചെയ്ത് കഴിക്കും. അതാണ് ശരി. ഓക്കെ,
അപ്പോൾ ആദ്യം നമ്മൾ ഇനി അത് പ്ലേറ്റ് ചെയ്യാണ്, നല്ലൊന്ന് ഗാർണിഷ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കണ്ടേ ആ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടഡ് വൈറ്റ് ചോക്ലേറ്റാണ്. സാധാരണ കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഇമ്പോർട്ടഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഈ വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നമ്മൾ അതിനൊരു ഗാർണിഷ് ചെയ്യാൻ പോകണം. ഓക്കെ, അത് കാണിച്ചു തരാം, കണ്ടോളൂ. ഇനി അങ്ങോട്ട് സംസാരം ഇല്ല. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായി നല്ല സെറ്റ് ആയിരിക്കുകയാണ്. കറക്റ്റ് ടെമ്പറേച്ചറിൽ നല്ല മണം വരുന്നുണ്ട്. നല്ല വൈറ്റ് ചോക്ലേറ്റ് ആണ്, ഇമ്പോർട്ടഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ്, വെരി കോസ്റ്റ്ലി ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള. ഇതിന് നമ്മളൊരു ബാഗിലേക്ക്, അതായത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കും. ഓക്കെ, ഇതൊരു കോൾഡ് സ്റ്റോൺ ആണ്, അത് ഫ്രീസറിലാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണേ. നല്ല തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ചൂടുണ്ടോ? ആ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യും ചെറുതായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ കൊള്ളാമോ? നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട്, കുത്തി വരയ്ക്കുന്ന പോലെ പിള്ളേർ. അതെ, നന്നായി കുത്തി വരയ്ക്കുന്നത്. ഈ റീലിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ആർട്ടൊക്കെ ചെയ്ത്. അത് തന്നെ കണ്ടിട്ടുണ്ടെന്നേരം. പക്ഷെ ഇത് തണുത്തതാന്ന് അതിനകത്ത് പറയാറില്ല. തണുത്തെന്ന് ആരും പറയൂല, മാത്രമേ പറയത്തുള്ളൂ. മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അതാണ്, അത് ആ മനസ്സ് കാണാതെ പോരും. അതാണ് ഇതിങ്ങനെ. ഈ തണുത്തയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ചലന്തി വല പോലെ വരുന്നത്. ചലന്തി വല പോലെ നമ്മൾ ഇതിലേക്ക് വെച്ചു. സാധനം ഇതാണ് സാധനം. ഓക്കെ, ഇത് നമ്മള് മറ്റേ സംഭവങ്ങളെല്ലാം സെറ്റായി. ഇനി ഗാർണിഷ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അതിന് മുമ്പ് ഇത് മറ്റേ ഗൺ തോക്കല്ലേ അല്ലെ, ഫയർ ഗൺ പോലത്തെ. നമ്മളത് ആ ചോക്ലേറ്റ് വെച്ച് അത് പ്ലേറ്റ് ചെയ്ത് ആ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാണ്. ഇപ്പം ഇനി നമുക്ക് നേരത്തെ ആ സെറ്റാക്കി വെച്ചാൽ നമ്മൾ ആ പാലട കേക്കും ചീസും അതും എല്ലാം കൂടെ ഉള്ള സെറ്റായി, ടെൻഡർ കോക്കനട്ടും എല്ലാം കൂടെ ഉള്ള സാധനം സെറ്റായി ഫ്രീസായി നല്ലതാണ്, സെറ്റായിരിക്കുകയാണ്. ഇതൊന്ന് ഡീമോൾഡ് ചെയ്യണം. ഡീമോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേറ്റിൽ വെക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഇത് പതുക്കെ ഇങ്ങനെ ഉരുവെടുക്കാം. കണ്ട നല്ല ലെയേഴ്സ് സാധനമായിരിക്കും നമ്മുടെ, മനസ്സിലായി? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്ത സാധനം സെറ്റായി. അത് ഇതിനകത്തേക്ക് സെൻറ്ററിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം, അതായത് ഇതിൻ്റെ സെൻറ്ററിലേക്ക്. ഓക്കെ, അടിപൊളി. ഇനിയാണ് ഇതിനെ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കണം. അതെ, ഓണാക്കിയല്ലേ പൂക്കളിടാം. അതെ, ഇത് നമ്മുടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീമാണ്. സ്വീറ്റുള്ള ക്രീമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം എടുത്ത് ബിപ്പ് ചെയ്ത് ഈ ഇഷ്ടമുള്ള കളർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനിത് വൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്തൊരു കുറേ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 3-4 പൈപ്പിംഗ് കൂടെ കൊടുക്കും. അത് ഓക്കെ അല്ലേ? ഓക്കെ, ഒരെണ്ണം ഒരെണ്ണം ഒരെണ്ണം. ഓക്കെ, ആയില്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം പൈപ്പ് ചെയ്ത് വെച്ചു. അപ്പം ഓരോരോ സംഭവങ്ങളായിട്ട് ഇത് നമ്മുടെ എന്താണ് പറയും, ഇത് ഉപ്പേരിയാന്ന് മനസ്സിലായി. പക്ഷേ ഉപ്പേരി കറുത്തിരിക്കുക, സൈഡാണ് കറുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ പ്രത്യേകിച്ച് ഉപ്പേരി കണ്ട നമ്മളിങ്ങനെ ലിപ് ലൈനർ ഇട്ട പോലെ അത് തന്നെ ലിപ് ലൈനർ ഇട്ട പോലെ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ലൈനർ ഇട്ട് വെച്ചേക്കാണ് ഒരു ഭംഗിക്ക് വേണ്ടി. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് തന്നെയാണ്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ആദ്യമായിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഒരു റൗണ്ട് ഈ സാധനം ഒരു ഉപ്പേരി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. മനസ്സിലായോ? അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഇത് കോറൽ തുലി എന്ന് പറയും സാധനം. ആക്ച്വലി ഇത് മനസ്സിലായോ? കോറൽ തുലിക്ക് വരാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇതാണ് കോറൽ തുലി.
അതെ. നമ്മൾ ഈ അണ്ടർ വാട്ടർ കോറൽസ് പോലെ കോറൽ ടുലി നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അത് സിമ്പിൾ മെത്തേഡാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സമയം വെറുതെ പോകും. അപ്പോൾ കോറൽ ടുലി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇവിടോട്ട് വെച്ചു. ഓക്കെ, ഒരു ഗ്രീൻ കോറൽ ടുലി എടുത്തിട്ട് ഇവിടെ വെച്ചു. ഒരു ചെറിയ പൈപ്പിംഗ് കൂടെ ഇവിടെ കൊടുക്കും. അപ്പോൾ എത്രയായി? 4 പൈപ്പിംഗ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും, ഇതിന് കവിയാർ എന്ന് പറയും, ഫ്രൂട്ട് കവിയാർ. ഇത് റോസ് വാട്ടർ ഫ്ലവേഴ്സ് കവിയാറാണ്. കവിയാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈസ് എഗ്ഗിൻ്റെ ഫിഷിൻ്റെ എഗ്സാണ് ചെറിയ. അപ്പം അത് ആർട്ടിഫിഷ്യൽ കവിയാർ, ഇത് ഫ്രൂട്ട് കവിയാർ. ഞാൻ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കി അത് പല ഷെഫന്മാരും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഗാർണിഷിന് വേണ്ടി ഇവിടെ ചെയ്തേക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായോ? നല്ല രസമുണ്ട് കാണാൻ. അത് രസം മാത്രമല്ല, കഴിക്കാൻ സെറ്റ് ബെസ്റ്റാണ്. ഒന്ന് കഴിച്ചു അങ്ങനെയുണ്ട്. ഇതെല്ലാം ഗാർണിഷിന് വേണ്ടി നമ്മൾ ചെയ്യണ ആണ്. അപ്പോൾ ഒരു ചെറിയ ക്യൂബ്സ് ഹൽവ വെച്ച് കൊടുക്കാം. ഇവിടെ വെച്ച് കൊടുത്തു. കറുത്ത ഹൽവ വെച്ച് കൊടുക്കുകയാണ്. ഒരു ക്യൂബ്സ് ഇവിടെ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ വേണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് നട്ട്സ്. ഇതൊക്കെ ഗാർണിഷിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനേക്ക് എൻ്റെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത നമുക്ക് മെയിനായിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് ക്ലൗഡിൻ്റെ എംബ്ലം. അതില്ലാത്ത കളിയുണ്ടോ? അപ്പോൾ അതും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നെഞ്ചത്ത് തന്നെ ഒട്ടിക്കാം. മനസ്സിലായോ? സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു. അത് വെച്ചു. സെറ്റ്. അപ്പോൾ നമ്മുടെ മനോഹരമായ ഫ്യൂഷൻ 6 layers ഓഫ് ഫ്യൂഷൻ റെഡി ആയിരിക്കണം. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു ഇലയിൽ സദ്യ വിളമ്പിയ എഫക്റ്റ്. അതാണ് ഡ്രം റോൾ. ഗൈസ്, നമ്മളുടെ സംഭവം റെഡി ആയിരിക്കാണ്. അപ്പൊ നമ്മൾ കുറെ നേരം ഇതിനകത്ത് സംഭവം, സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഷെഫിന് ഇതൊരു പേര് വേണ്ടേ? തീർച്ചയായിട്ടും ഞാൻ ഇട്ട് തരും പേര്. എന്നുവെച്ചാ ഇതിപ്പം ഞാൻ കണ്ടപ്പോഴത്തേക്കും എന്റെ പേരിന് എന്താ കുഴപ്പം? അല്ല, ശ്രുതി എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് കൊടുത്ത് നാളെ ശ്രുതിയുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ ആൾക്കാർ ഇല്ല. ഞാൻ ക്രിയേറ്റീവ് ആയിട്ടാണ് പേരെടുത്തിരിക്കുന്നത്. അതായത് ഷെഫ് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നതുപോലെ ഇതിനകത്ത് ലെയേഴ്സ് ആണുള്ളത് അല്ലേ? ഓരോ ലെയർ ആണ്. ഓരോ ലെയറിലും ഓരോ ഹാപ്പിനെസ് ആണ്. അത് മാത്രല്ല, നമ്മുടെ സദ്യയിൽ കാണുന്ന മിക്ക ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ള ഓണായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റം ഉണ്ട്. ഓണത്തിനാണ് സദ്യ വരുന്നത്. അപ്പൊ സദ്യ ഉണ്ട്. പിന്നെ ഇതൊരു ഡെസേർട്ട് പോലെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ്. അപ്പോ ഇതിന്റെ പേര് ലെസേർട്ട്. വെരി ഗുഡ്. ഇനി ഇതുപോലുള്ള പേരിടാൻ എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും വിളിക്കാം. ചില സമയത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പേരിനൊരു കൺഫ്യൂഷൻ ഇടക്കിടക്ക് കാണണം. അപ്പം എന്താവും, ഇത് ലെയറിന്റെ ലായും സദ്യയുടെ സായും ഡെസേർട്ടിന്റെ അങ്ങനെ ലെസേർട്ട്. അടിപൊളി സൂപ്പർ. അപ്പോൾ നമ്മുടെ ലെസേർട്ട് നമ്മുടെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. പ്ലീസ്. അയ്യോ, ടെൻഷൻ ആവുന്നു. നമുക്ക് ഇതിന്റെ അകത്തെ ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ നമ്മൾ അലുവ ഇട്ടത്, ഇത് ചീസ് കേക്ക് എല്ലാം കാണാം. അപ്പം നിങ്ങളെല്ലാം കൊതിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാ ലെയറും കൂടെ ഒരുമിച്ച് കഴിക്കണോ? കഴിച്ചോ. അല്ല, തിരിച്ചു പിടിച്ചോ. ശരിക്കും സദ്യയുടെ ഫീൽ ഉണ്ട്. അതായത് ആ ശർക്കര ഉപ്പേരിയും ശർക്കര വരട്ടിയും അലുവയും ആ ബോളിയുടെ ഫ്ലേവറും എല്ലാം ഓരോന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മധുരം അങ്ങനെ മധുരമൊന്നുമില്ല. അതാണ് മധുരം മൈൽഡ് ആണ്. ആ മധുരത്തിലാണ് നമ്മൾ ടേസ്റ്റ്. മധുരം കൂടി പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂല. അപ്പം ഈ മധുരം കുറവാകുമ്പോഴേ എല്ലാ ടേസ്റ്റുകളും നമുക്കറിയാൻ പറ്റും. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ബേക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഡെഫിനറ്റ് അതിനെ ട്രൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഓണത്തിന് നിങ്ങൾക്ക് വീട്ടിലൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ലേ? തീർച്ചയായിട്ടും. നോർമലി വീട്ടിൽ നമ്മള് ഗസ്റ്റും ബന്ധുക്കളും ഒക്കെ വരുമ്പോ സദ്യ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പായസം ഇല്ല ഇതിരുന്നോ എന്ന് പറയാം, ലെസേർട്ട് ഇരുന്നോ എന്ന് പറയാം. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമില് എന്തായാലും വിളിച്ച ഉടനെ തന്നെ ഷെഫ് റെഡിയായി. ഷെഫിനെ എപ്പോഴും ട്രാവൽ ആട്ടോ. അപ്പൊ അങ്ങനെ വന്ന് ഇത് പുതിയൊരായിട്ട് ഇതിനു വേണ്ടി കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും എനിക്ക് കോള് വരുമ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്താണ് വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫ്യൂഷൻ സാധനം, ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ്. അപ്പം അതിനുവേണ്ടി അത്രയും എഫേർട്ട് ഇട്ടതിനും
ഇത്ര അടിപൊളിയായിട്ട് ഒരു സാധനം തന്നതിന് ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി തന്നതിനും ശരി. ഞാൻ ഒരുപാട് താങ്ക് യു. Thank you so much. അപ്പം ക്ലൗഡ് കേക്കിന്റെ പുതിയ ഷോറൂമും ഗംഭീരമായിട്ട് പോട്ടെ. ഓക്കെ. എല്ലാവിധ സക്സസും. ഇപ്പൊ 9-ലല്ല എത്തിയത്, ഇനി 90 എത്താണ്. അപ്പോഴും എന്നെ മറക്കരുത്. എല്ലാ ഷോപ്പിലും എന്നെ വിളിക്കണം ഇതുപോലെ. ഞാൻ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ. ഇനി അപ്പം താങ്ക് യു സോ മച്ച്. Jewelry courtesy for Shruti Rajinikanth, Golden Cup Rental Jewelry. Costume courtesy for Shruti Rajinikanth, Dakshina by Anish Bal.